കലാഹൃദയങ്ങളിൽ മണിവീണമീട്ടുകയായി കലാമാമാങ്കം വീണ്ടും ഇവിടെ വരവാ. അങ്ങനെ ഞങ്ങൾ ഊട്ടുപുരയിൽ എത്തിയിരിക്കുകയാണ്. പമ്പിച്ച് തിരക്കാണ് ഊട്ടുപുരയിൽ. എന്താ വെച്ചാ നമുക്ക് 2 സംഭാരം കൂട്ടി കഴിച്ച് ഒന്ന് ഇതാക്കിയാലോ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണശാലയിൽ കൂട്ടം കൂടി നിൽക്കാതെ എന്നുവെച്ചാ പെട്ടെന്നാണ് ഞങ്ങൾ ഷാജുവിനെ കണ്ടത്. അദ്ദേഹം 4ാമത്തെ പ്ലേറ്റിൽ കഴിക്കാൻ വേണ്ടി ലോ ആൻഡ് ഓർഡറിന്റെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഫുഡിൽ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൂടി തട്ടി ഫസ്റ്റ് കറി കൂടിയാ കൊണ്ടുവിടേണ്ടി വരും. സാമ്പാർ രസം അത്ര രസമില്ല. അങ്ങനെ എന്താച്ച അംഗം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കണം എന്താച്ചാ ഭക്ഷണം ബേഷായില്ലേ? പിന്നെ എല്ലാവർക്കും ഒരേ ഭക്ഷണം. ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകി നമ്മൾ തന്നെ വൃത്തിയാക്കി വെക്കണം. അങ്ങനെ വേണം. ഇത് കുട്ടികൾക്കുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ശീലിപ്പിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അവർ കഴിച്ച ഭക്ഷണം അവരൊരു കഴുകി വെക്കുക. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് മലക്കിയിട്ടൊക്കെ അവർ വെക്കേണ്ടത്. ഒരുപാട് സന്ദേശങ്ങളാണ് ഈ കലോത്സവം നൽകുന്നത്. നമ്മൾ താഹ തങ്ങളെ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. എന്താ വെച്ചാ താഹ തങ്ങളോട് കലോത്സവത്തെ കുറിച്ച് ചോദിച്ചാലോ? തീർച്ചയായും. താങ്കള് എത്ര സന്ദർശിച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം 13 മൊത്തം 13 സ്റ്റേജ് സന്ദർശിച്ച് കഴിഞ്ഞു. ഒരു റൗണ്ട് പൂർത്തിയാക്കി. ഒരു റൗണ്ട് പൂർത്തിയാക്കി. വളരെ ഭംഗിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ശാന്തമായ ഭക്ഷണവും കഴിച്ച് നല്ല ഭക്ഷണമാണ് നൽകിയത്. അതുപോലെ വളരെ ശാന്തമായതാണ്. നമ്മളെ നാട്ടുകാർ വളരെ നല്ല, എല്ലാവരും ഇതിനു വേണ്ടി അത്രയും പ്രവർത്തിച്ച ആൾക്കാരാണ്. നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും നല്ലോണം പ്രവർത്തിച്ചുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ വിജയിപ്പിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് ഇത് ഏറ്റവും ഇത്ര നടന്ന കലോത്സവത്തിന് ഇത്ര കാലക്കാലം നടന്നത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് വന്നെത്തിയതും അത് വളരെ ഭംഗിയായി നടത്തി ഞങ്ങൾക്ക് തന്നു എന്ന് എന്താ പറയുക ഗവൺമെന്റ് നമ്മളോട് പറയണം. നമ്മൾ അഭിനന്ദിക്കണം. ആ രീതിയിൽ നമ്മൾ എല്ലാവരും പലരും സ്റ്റേജിന്റെ അടുത്തുള്ള പരിപാടികളിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളണ്ടിയർമാർ അവർ ഈ വെയില് ഉച്ചയാകുമ്പോ വെയിലിന് നല്ല ചൂടാണ്. ഇപ്പോ അവർക്ക് പരിപാടി കാണുന്നില്ല എങ്കിൽ അവരൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മഹോത്സവത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ ഓരോ കാറുകൾക്കും ഇവിടെ പോകുന്ന വാഹനങ്ങൾ വഴി പറഞ്ഞു കൊടുക്കാനും അതുപോലെ വേണ്ടവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റേജ് നമ്പർ 2 അടുത്തു നിന്നും ഞങ്ങള് മെയിൻ സ്റ്റേജിലേക്ക് നടന്നു വരുന്ന വഴിക്കാണ് ഇവിടെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ആ മനോഹരമായ കാഴ്ച കണ്ടത്. ഇവിടെ പല മത്സരാർത്ഥികളും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സ്റ്റേജ് 2 പരിചയമുട്ട് കമ്പല്ലൂർ. എവിടെ? നീലേശ്വര ചിറ്റാരിക്ക. അവതരിപ്പിക്കലാണ് പ്രധാനം. ഏതായാലും ഇതൊരു നല്ല കാര്യം. എന്താ ചെയ്ത് വീട് വ്യക്തമല്ല എങ്കിലും ആ വീട്ടുകാർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഇവർക്ക് മേക്കപ്പിനുള്ള സ്ഥലം സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നു. ക്യാമറയിൽ
ഒപ്പിക്കൊണ്ടിരിക്കുന്ന ആരിഫ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ. പെട്ടെന്നാണ് ആരിഫ് ആ കാഴ്ച കണ്ടത്. ഭാഗത്തേക്ക് ആരിഫ് നീങ്ങിയത്. ഇത് എവിടെ നിന്നോ മൂക്കിലേക്ക് അടിച്ചു കയറിയ സമൂസയുടെ മണം, സമൂസ അല്ല ബീഫ് കറിയുടെ മണം ആരിഫിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു, വലിച്ചു കൊണ്ടുപോയി. ആരിഫ് അവിടെ ചെന്ന് ഉടനടി പറഞ്ഞു 6 പൊറോട്ടയും ഒരു ബീഫ്. അപ്പോൾ ഹോട്ടൽക്കാരൻ പറഞ്ഞു ബീഫ് കറി കഴിഞ്ഞിരിക്കുന്നു, കേവലം 2 പൊറോട്ട മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ പറഞ്ഞു ആരിഫ് ദയനീയമായിക്കൊണ്ട് പറഞ്ഞു ഒരു അല്പം ചാറെങ്കിലും ബാക്കിയുണ്ടാകുമോ? ഹോട്ടൽക്കാരൻ ചട്ടിയുടെ അടിഭാഗത്ത് കിടന്ന ചട്ടി തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ചാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് ചാറ് മുക്കി അടിക്കടേ എന്ന് ജഗതിയുടെ ഭാഷ. എന്തൊക്കെയാണ് മാഷ ഇനി 1ാം സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്? ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ UP വിഭാഗം കുട്ടികളുടെ ഒപ്പന, അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ഒപ്പന, അത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന. ഈ ഒപ്പന തീരുമ്പോൾ തന്നെ ഏകദേശം രാത്രി ഒരു 10-12 മണിയെങ്കിലും ആവുമെന്നാണ് ഇപ്പോഴത്തെ ഈ പൊസിഷൻ മനസ്സിലാക്കുന്നത്. അതായത് രാവിലെ ഉദ്ഘാടന സെഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. ഏതായാലും ഇപ്പോൾ പിന്നെ 1ാം സ്റ്റേജിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒപ്പന കൂടി തുടങ്ങിയാൽ പിന്നെ പറയാൻ വേണ്ട. ഏറ്റവും ആകർഷകമായ ഒപ്പനയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ത്രിപുര സുന്ദരി ബാല ത്രിപുര സുന്ദരി
ഞാനിപ്പോൾ ഉള്ളത് സ്റ്റേജ് 4-ലാണ്. നമ്മുടെ സലാം ചാൻ്റെ വീടിൻ്റെ തൊട്ടു മുന്നിൽ നടക്കുന്നത്. മത്സരാർത്ഥികളെല്ലാം വീട്ടിൽ അവർ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉപയോഗിക്കാറുണ്ടോ? അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സലാം ചാൻ എന്ന് പറഞ്ഞാൽ മമ്മുഞ്ഞി മാസ്റ്ററുടെ മകനാണ്. മാസ്റ്ററുടെ പേരിൽ അറിയപ്പെടുന്ന മമ്മുഞ്ഞി മാസ്റ്റർ നഗറിലാണ്. സ്റ്റേജിൻ്റെ പേര് സിത്താർ. ഇവിടെയാണ് മമ്മുഞ്ഞി മാസ്റ്ററുടെ 4 മക്കളുടെ വീട്ടുമുറ്റത്താണ് ഈ സ്റ്റേജിലുള്ളത്. എല്ലാ വീടുകളും ഇവർക്ക് വേണ്ടി മത്സരാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് മേക്കപ്പിനും അതും ഇതും ബാത്റൂമും ടോയ്ലറ്റും എല്ലാ സ്ഥലവും, പിന്നെ അവർക്ക് വേണ്ട ഫോൺ കുത്താനും ചാർജിങ് പോർട്ടുകൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു പ്രശ്നം ആക്കുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ തന്നെയാണ് നമുക്ക് നാടിൻ്റെ ഉത്സവം. നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അതന്നെ ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞതും അതേമാതിരി തന്നെ. നാട്ടിൻ്റെ ഒരു ഇതല്ലേ, അതുകൊണ്ട് എല്ലാം വെൽക്കം വെൽക്കം. Export number 2. Photo. മത്സരം ഹൈസ്കൂൾ വിഭാഗം ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നേരം വന്ന്
പങ്കെടുത്ത 7 ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെന്ന് സന്തോഷം വഹിക്കുന്നു. ഇതിൽ 1ാം സ്ഥാനത്തിന് അർഹത നേടിയിട്ടുള്ള കോഡ് നമ്പർ 7 എന്തായാലും പറഞ്ഞേ സബ് ജില്ലയിൽ പോയപ്പോ കുറെ കഷ്ടപ്പെട്ടു. വേറെ ജില്ലാ കലോത്സവത്തിൽ പോയി. ഏത് സ്കൂൾ? ഉദിനൂര്. അതാണ് ഭയങ്കരം. ഈ സ്കൂളിനോടും അങ്ങനെ തന്നെയാ അവർക്ക്. സ്കൂൾ അവരെന്നെ ഏറ്റെടുത്തു. കുട്ടികൾ രജിസ്ട്രേഷൻ കൗണ്ടർ ചെന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം കൂട്ടം ലഭിക്കുന്നതാണ്. 9 മണിവരെയാണ് രജിസ്ട്രേഷൻ കൗണ്ടർ ചെന്ന് കൂപ്പൺ സ്വീകരിക്കാമെന്ന് ഭക്ഷണം കമ്മിറ്റി അറിയിക്കുകയാണ്. കൃഷ്ണ സത്യമിതിന്നൂടെ ചിത്തമവനി ചിന്നു സത്യമിതിന്നൂടെ ചിത്തമവനി ചിന്നു നിത്യവും നാമിച്ചിടുന്നു ചെയ്വതിൻ തയ്യോ ഗോകുല വല്ലഭ പാലയ കൃഷ്ണ പാലയ കൃഷ്ണ ഹാനി വില്ലയോ കൃഷ്ണ. അങ്ങനെ സ്റ്റേജ് നമ്പർ 3 സാരംഗി ഇപ്പോൾ അവിടെ തിരുവാതിര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ ലത്തീഫ് കൊപ്പളമുണ്ട്. ലത്തീഫ് സാഹിബ്, എങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ പരിപാടി എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ഇതുവരെയുള്ള ഒരു വിശകലനം. നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് പരിപാടി. നല്ല ഉഷാറാണ്. നാട്ടുകാരും നമ്മളെ സംഘടനകളും കുറെ ക്ലബ് അംഗങ്ങളും എല്ലാവരും സജീവമായിട്ട് രംഗത്തുണ്ട്. നമ്മുടെ സ്വന്തം പരിപാടി പോലെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. സ്വന്തം പരിപാടി പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നാട്ടുകാർ അത്രയും ഉത്സാഹമാണ്, നല്ല ഉത്സാഹമാണ്. എല്ലായിടത്തും, എല്ലാ സ്റ്റേജിൻ്റെ അടുത്തും ഫുഡിൻ്റെ അടുത്തും എല്ലായിടത്തും നാട്ടുകാരെ നല്ല വോളണ്ടിയേഴ്സ് എല്ലാം നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പരാതിയുമില്ല. തുടക്കത്തിൽ ചെറിയൊരു പരാതികൾ എന്ന് പറഞ്ഞാൽ മീഡിയക്കാരുടെ ചെറിയൊരു വൈഫൈ കിട്ടിയില്ല, അത് ചെറിയൊരു പരാതി മാത്രം, വേറൊന്നുമില്ല. പരിപാടി നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം ഉഷാറാണ്, ഒരു പ്രശ്നവുമില്ല. നാട്ടുകാരെല്ലാം നല്ല സഹകരിച്ച് പോകുന്നുണ്ട്. വോളണ്ടിയേഴ്സ് നല്ല ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 1 ഇപ്പോൾ ഇനി 17ഓളം ഒപ്പനകൾ ഹൈസ്കൂളും VHSയുമായിട്ട് 17 ഒപ്പനകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ സമയം ഏകദേശം 2 മണി കഴിയുമെന്നാണ് തോന്നുന്നത്. സംഘാടകർ പറഞ്ഞത് ഏകദേശം 12 മണിയാകുമ്പോൾ പരിപാടിയൊക്കെ തീരുമെന്നാണ് പറഞ്ഞത്. അവർ ഉറപ്പ് പറയുന്നുണ്ട് തീരും തോന്നുന്നില്ല. കാരണം ഇനി 17 ഒപ്പനകൾ ഇനിയും ബാക്കിയുണ്ട്. അല്ല, അവർ പ്രോഗ്രാം കമ്മിറ്റി പറഞ്ഞത് 12 മണിയാകുമ്പോൾ ഏകദേശം പരിപാടിയൊക്കെ. സമയം വൈകിയ പ്രശ്നമൊന്നുമില്ല. ഈ 2 ദിവസം പരിപാടി നീണ്ടുപോയാലൊന്നും പ്രശ്നമില്ലാന്ന് പോലീസിന്റെ ഭാഗത്ത് അതാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂ ഇയറിന് 31 ഏകദേശം 7 മണി 6 മണിനുള്ളിൽ പരിപാടി ഈ 2 ദിവസം പരിപാടി നീണ്ടാലും കുഴപ്പമില്ല. ഒപ്പന കലാകാരികൾ അങ്ങനെ തിരിച്ചു പോകും. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? നിങ്ങളുടെ സമയത്ത് എത്ര വരെ ഉണ്ടായിരുന്നു ഇവിടെ കെട്ടിടം? 7ാം ക്ലാസ് വരെ. അവിടെ ഇന്നത്തെ പോലെ കുറെ ഡിവിഷൻസ് ഒന്നുമില്ല. അങ്ങനെ സ്റ്റേജ് 3 ഇപ്പോൾ തിരുവാതിര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. Yeah.